എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂന്നാറാണുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ CNG വാഹനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ഉള്ളത് ടാറ്റയുടെ ടിയാഗോയുടെ ICNG ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന CNG ഒരു കാറാണിത്. അപ്പം നമ്മൾ ഈ CNG കുറിച്ചാണ് നമ്മൾ പൊതുവെ സംസാരിക്കുന്നത്. ഇതിനെല്ലാം ബൈഫ്യൂവൽ കാർസ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ പെട്രോളിലും CNGയിലും രണ്ട് ഫ്യൂലും ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ്. നമുക്ക് CNG അവൈലബിൾ ആയിരിക്കുമ്പോൾ CNG നിറച്ചും, പെട്രോൾ അവൈലബിൾ ആയിരിക്കുമ്പോൾ പെട്രോൾ, അല്ലെങ്കിൽ CNG കിട്ടാത്ത വരുമ്പോൾ പെട്രോൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഈ വാഹനം ഓടിക്കാണ്ട് നമുക്ക് സാധിക്കും. അപ്പം പൊതുവേ CNGയുടെ ഒരു ട്രെൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടുകളിൽ CNG അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടൊന്നും അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം CNGയുടെ അവൈലബിലിറ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പല ഡ്രൈവുകൾക്ക് വേണ്ടി ഈ പറയുന്ന പോലെ ഡൽഹിയിലും പൂനെയിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് നഗരങ്ങളെല്ലാം കംപ്ലീറ്റ് മാറുന്നത്, അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഓട്ടോ മുതൽ എല്ലാ വാഹനങ്ങളും CNGയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ CNG ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ ഈ ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയ്ക്ക് പോയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് CNG ആണ്. കൂടുതലായിട്ട് കണ്ടത് CNG വാഹനങ്ങളാണ്. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഫ്യൂവലിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം പെട്രോളിൻ്റെ വില ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണെങ്കിൽ 107 രൂപയോളമാണ് പെട്രോളിൻ്റെ വില വരുന്നത്. അപ്പം നമുക്കിപ്പോഴത്തെ ഇങ്ങനത്തെ ഈ പെട്രോൾ കാറുകളുടെയൊക്കെ മൈലേജ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം. കാരണം 15 മുതൽ 20-22 വരെയൊക്കെ ഓഫർ ചെയ്യുന്ന പല ബ്രാൻഡുകളും ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ സിറ്റി ട്രാഫിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂവൽ ഭയങ്കര നഷ്ടമാണ്. കാരണം നമ്മളിപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. മീൻസ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളും ഷൂട്ടിൻ്റെ ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ പോയെന്ന് പറഞ്ഞാലും പെട്രോളിന് നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്, നമ്മുടെ കാറിന് അങ്ങനെ ചിലവാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള സബ്സിഡറി ആയിട്ടുള്ള മെത്തേഡുകളാണ്, പല ഫ്യൂവലുകളാണ് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച് വരുന്നത്. കാരണം ഇലക്ട്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി മാറാനായിട്ടുള്ള ഒരു വിമുഖത ഇപ്പോഴും ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഹയർ പ്രൈസസ് ആണ്, പിന്നെ ഇതിൻ്റെ റീസെയിൽ വാല്യൂയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ്. അത് സാധാരണ നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊരു ഹൈബ്രിഡ് അഫോർഡബിൾ അല്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് CNG വാഹനം എന്ന് പറയുന്നത്. അപ്പം CNG അധികം കൂടുതൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയായിരിക്കും, കാരണം ഇത് നമ്മൾ പണ്ട് നേരത്തേക്കാണ് LPG ഒക്കെ പലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം LPG കൺവേർഷൻ കിറ്റൊക്കെ ഉപയോഗിച്ച് പെട്രോൾ എഞ്ചിൻസിനൊക്കെ മാറ്റുന്ന മിക്ക വാഹനങ്ങൾക്കകത്തും എഞ്ചിന് പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. കാരണം ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂ. കാരണം LPGക്ക് കുറച്ചും കൂടെ കലോറിഫിക് വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ എഞ്ചിൻ കൂടുതൽ ചൂടാവുകയും എഞ്ചിൻ പല അനുബന്ധ ഘടകങ്ങളും കംപ്ലൈൻ്റ് ആവുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിനെ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ECU കംപ്ലീറ്റ് റീമാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ രണ്ട് ഇന്ധനങ്ങളുടെയും, അല്ലെങ്കിൽ ഈ രണ്ട് ഇന്ധനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന പോലെ ഈ കംപ്രഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റയുടെ ഈ ഒരു ടിയാഗോ CNG എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ CNG ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലെക്സോൺ ടാറ്റ എന്നാണ് ഈ വാഹനം നമുക്ക് തന്നിരിക്കുന്നത്. 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, കാരണം ഞാൻ CNG സംബന്ധിച്ച് ഞാനും അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ പല ടെസ്റ്റ് ഡ്രൈവുകൾക്ക് വേണ്ടി എടുക്കും, കുറച്ച് സമയത്തേക്ക് നമ്മൾ ഓടിക്കുന്നതല്ലാതെ CNGയുടെ റിയൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് ഞാനിത് ഫുൾ ടാങ്ക് ആക്കിയായിരുന്നു. അപ്പം നമ്മുടെ CNGയുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടാങ്ക്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം, 60 ലിറ്ററാണ്. വാട്ടറിൻ്റെ കപ്പാസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ 60 ലിറ്ററാണ്. പക്ഷേ നമ്മൾ കിലോഗ്രാമിലായിട്ടാണ് CNG എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷർ അനുസരിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ CNG കംപ്രസ് ചെയ്ത്, ഇത് കംപ്രസ് നാച്ചുറൽ ഗ്യാസ് ആണല്ലോ വരുന്നത്, ഇതിനെ കംപ്രസ് ചെയ്ത് നമ്മൾ ഈ ടാങ്കുകളിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു 8 മുതൽ 10 കിലോഗ്രാം വരെയാണ് ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാനിത് ഫുൾ ടാങ്ക് ഓടിച്ചു. അവിടുന്ന് നമ്മൾ മൂന്നാറിലേക്കാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് അതിൻ്റെ ദൂരം നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് മനസ്സിലാവും. 300+ കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് തൊടുപുഴ വരെ വന്നപ്പോൾ തന്നെ നമ്മുടെ CNG നമുക്ക് തീരുകയാണ് ഉണ്ടായത്. അപ്പം തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവർ പറയുന്ന 26 കിലോമീറ്ററൊക്കെയാണ് 1 കിലോഗ്രാമിന് മൈലേജ് പറയുന്നത്. നമുക്ക് ഏകദേശം നല്ല മൈലേജ് കിട്ടിയായിരുന്നു. കാരണം ഫുൾ ടാങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് നിയർലി 200+ കിട്ടിയിട്ടുണ്ടായിരുന്നു. 210-205 കിലോമീറ്ററോളം നമുക്ക് ഇതിന് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫ്യൂവൽ നമ്മൾ പെട്രോളിൻ്റെ ഒരു എമൗണ്ടുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു. അപ്പം CNGയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് നാച്ചുറലായിട്ട് എടുക്കുന്ന ഗ്യാസാണ്. അപ്പോൾ ഇത് നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഗ്യാസ്. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും പറഞ്ഞ മീഥേൻ്റെ അളവുകളായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേൺ ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ കുറവായിരിക്കും. അപ്പം
പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത അല്ലെങ്കിൽ പ്രകൃതി കുറച്ചുകൂടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫ്യൂവൽസ് ആണ് CNG എന്ന് പറയുന്നത്. അപ്പം ഡൽഹി പോലെ ഏറ്റവും ഈ പറയുന്ന പൊല്യൂട്ടഡ് ആയിട്ടും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരങ്ങളിൽ CNGയിലേക്ക് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൊല്യൂഷനിൽ ഒന്നാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് അത്ര വലിയ പൊല്യൂഷൻ ഇല്ല. ലൈക്ക് നമ്മുടെ നഗരങ്ങൾ കുറച്ചും കൂടെ സുന്ദരമാണ്, കുറച്ചുകൂടെ പച്ചപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഒരു എക്കണോമിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എക്കണോമി നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് CNGയുടെ ഒരു വില എന്ന് പറയുന്നത് 88 രൂപയാണ്. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 107 രൂപയാണ്. ട്രിവാൻഡ്രത്തെ പ്രൈസാണ് കേട്ടോ. നമ്മൾ 88 രൂപയ്ക്കാണ് ഇതിനകത്തേക്ക് നമ്മൾ CNG അടിച്ചിരുന്നത്. അപ്പം നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ 26 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 22 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് മൈലേജ് ഒക്കെ നമുക്ക് റിയൽ റോഡിൽ നമുക്ക് കിട്ടിയത്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പുതിയ വണ്ടിയാണ്. 465 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പുതിയ വാഹനമാണ്. ആ വാഹനമാണ് നമുക്ക് ഈ ടെസ്റ്റ് ഡ്രൈവിലേക്ക് തന്നത്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഓടിച്ചിനി നമ്മൾ തിരിച്ച് ഇവിടുന്ന് ഓടിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടാറ്റയുടെ ICNGയെക്കുറിച്ചും അതിൻ്റെ ടെക്നോളജികളെക്കുറിച്ചും ഇത് എങ്ങനെയാണ് സാധ്യമാക്കിയിരിക്കുന്നതെന്നും ഈ ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പതിവായിട്ടുള്ള പല്ലവി തന്നെ പറയുകയാണ്, നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റോമേഷ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. സോ അഗൈൻ വെൽക്കം ടു റോമേഷ് ഷോ. ടാറ്റയുടെ ടിയാഗോ CNGയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് CNG പൊതുവെ കിട്ടാറില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള AMD ട്രാൻസ്മിഷനുള്ള CNG വെഹിക്കിളാണ്, ബൈഫ്യൂവലാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടും നമുക്ക് അടിക്കേണ്ടി പറ്റും. പെട്രോളിനാണെങ്കിൽ 35 ലിറ്ററിൻ്റെ ടാങ്കും നേരത്തെ പറഞ്ഞ പോലെ അതിന് 60 ലിറ്റർ ടാങ്കുമാണ് CNG വരുന്നത്. നമുക്ക് 8 തൊട്ട് 10 കിലോഗ്രാം വരെ നമുക്ക് ഇത് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പം CNG നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ CNG നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. നമ്മുടെ നാടുകളിൽ പമ്പിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ട്രിവാൻഡ്രത്ത് 2-3 പമ്പുകളുണ്ട്. അതുപോലെ തന്നെ വരുന്നൊരു കൊട്ടാരക്കര എവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കത് എടുക്കേണ്ട വന്നില്ല. അതിനുശേഷം നമുക്ക് ഈ ഹിൽ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പമ്പുകളൊന്നും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ജിപ് പ്രഥം പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ജിയോ പോലുള്ള കമ്പനികൾ അവരുടെ പമ്പുകൾ ധാരാളമായിട്ട് സ്ഥാപിച്ചു വരുന്നുണ്ട്. നഗരങ്ങൾ കംപ്ലീറ്റ് CNGയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പ്ലാനിലാണ് കമ്പനികൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നീണ്ട ക്യൂകളൊക്കെയാണ് പലത്. ഇപ്പോൾ ഓട്ടോയൊക്കെ ആണെങ്കിലും രാവിലെ ടോക്കൺ പോലെ ക്യൂ നിന്നിട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ് തികച്ചും ലാഭമുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തുള്ള കൺസേൺസ് എന്ന് പറഞ്ഞാൽ ഈ CNGയിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനാണല്ലോ. ഇതിപ്പോൾ ഓൾറെഡി റിവോട്രോൺ 1.2 ലിറ്റർ 3 സിലിണ്ടർ വരുന്ന എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. നിലവിൽ ഉണ്ടായിരുന്ന അവരുടെ എഞ്ചിന് തന്നെ അവർ ഈ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു CNG സിസ്റ്റം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 2 ടാങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടാങ്കുകൾ കൊണ്ടുവരുന്നത് അത് ടാറ്റയുടെ ഒരു ടെക്നോളജിയാണ്. കാരണം നമുക്കറിയാം ഈ CNG ഉള്ള വാഹനങ്ങളുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. കാരണം വലിയൊരു അമണ്ടൻ ടാങ്ക് എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും ഇടം ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ ഇതിനെ ടാങ്കിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല സ്പേസ് ഈ വാഹനത്തിനകത്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് 422 ലിറ്ററാണ് നോർമൽ ടിയാഗോയുടെ ബൂട്ട് സ്പേസ് എങ്കിൽ ഇതിനൊരു 107 ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 1-2 പേര് അവിടെ വന്നു. അപ്പോൾ ഞങ്ങളുടെ ബാഗുകളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലഗേജ് കൊണ്ടുപോകാനുള്ള സ്പേസസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ CNGയിൽ കണ്ടുവരുന്ന ഒരു മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫൺ ഡ്രൈവ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആണെന്ന് പൊതുവെ ആരും ചിന്തിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഇതിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് നമുക്ക് CNGയിൽ പൊതുവെ നമുക്ക് കിട്ടാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു എഫിഷ്യൻസി നമുക്ക് പെട്രോളിന് കിട്ടുന്ന അത്ര എഫിഷ്യൻസി നമുക്ക് CNGയിൽ കിട്ടത്തില്ല. കുറച്ചുകൂടെ പവർ കുറവായിരിക്കും. കാരണം ഇതിനൊക്കെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എന്താ പറയുന്നത്, നമ്മൾ പെട്രോളൊക്കെ ആണെങ്കിൽ ഇത് 95 PS ആണ് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് 86 PS ഒക്കെ നമുക്ക് പവർ ഇതിനകത്ത് കിട്ടുള്ളൂ. അതായത് ചെറിയ ഡ്രോപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫാസ്റ്ററായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് പെട്ടെന്ന് കയറി പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ CNG വാഹനം കാണാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു അതിശക്തി പറയുകയല്ല. ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേന് ഇതിനകത്ത് നമുക്ക് പെട്രോളും ഈ വാഹനത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CNGയിൽ തന്നെ നമുക്ക് വാഹനം ഓണാക്കാൻ പറ്റും. അതായത് മിക്ക വാഹനങ്ങളും CNG ഉള്ള വാഹനങ്ങളാണെങ്കിൽ പെട്രോളിൽ കുറച്ച് നേരം ഓടിച്ചതിന് ശേഷം പിന്നെ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു വാഹനം ഇനിഷ്യലി തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടിച്ച് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ പെട്രോളിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ CNGയിലേക്ക് മാറുന്ന സമയത്ത് ശരിക്കും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അത് നിങ്ങൾ ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവും. ഞാൻ വിചാരിച്ചു ശരിക്കും CNG ഓടിക്കുന്ന സമയത്ത് ഭയങ്കര പവർ ലോസ് ആയിരിക്കും, നമുക്കൊരു സുഖം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു വാഹനത്തിന് എനിക്ക് അങ്ങനെ ഒരു വലിയ ഫീൽ നമുക്ക് അങ്ങനെ എടുത്തെറിയാനായിട്ടില്ല. സ്ലൈറ്റ് ആയിട്ടുള്ള ഫീൽ ഡെഫിനറ്റ്ലി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ട്രെയിൻ ഫിഗേഴ്സിലുള്ള വ്യത്യാസം വരുന്നതുകൊണ്ടുള്ള വ്യത്യാസം വരുമെങ്കിലും നമുക്ക് അത്രയും കാര്യമായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് പൊതുവേ കിട്ടത്തില്ലെന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടാം. ഇപ്പം ഇത് നമുക്ക് 4 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. ഓഷ്യൻ ബ്ലൂ എന്ന് പറയുന്ന മനോഹരം കളറിലാണ് നമുക്ക് ഈ വാഹനം ഉള്ളത്. മൊത്തം 6 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റുകൾ വരെ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും ടോപ്പ് വേരിയൻസിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എങ്കിലും വാഹനത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്.
അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബോണറ്റ് ഹുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല ഒരു എയറോഡൈനാമിക് ഡിസൈൻ തന്നെ വരുന്നത്. ലെക്സോൺ ടാറ്റ അവർ തന്നുവിടുന്നതിന് മുമ്പ് അവരുടെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ലെക്സോൺ എന്ന് പറയുന്നത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർ വന്നതിന് ശേഷം ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് സർവീസിലൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർഡറിലേക്ക് ടാറ്റയുടെ കേസിൽ സർവീസിൻ്റെ കാര്യത്തിൽ വരിക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പുതിയ ഗ്രിൽസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ടുള്ള ഗ്രിൽസ് ആണ്. ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് LED ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. അതുപോലെ നമുക്കൊരു ക്രോമിൻ്റെ ബെസലും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ DRL ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാംപ്സിൻ്റെ ഒരു പോർഷനും നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ടിയാഗോയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ നിത്യം കാണുന്ന വാഹനങ്ങളൊന്നും ആയതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനില്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന 14 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത്. അതുപോലെ നമുക്ക് സൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. കാരണം ഡോട്ട് ട്രിംസ് ഒക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗികരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂൽ ലീഡ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഒരു പെട്രോളിൻ്റെ ഒരു ഇൻലൈറ്റ് അവിടെയുണ്ട്. അതുപോലെ ഇതാണ് CNGയുടെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഒരു വശത്ത് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതൊരു ETO കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന ഒരു നമുക്ക് ഫില്ല് ചെയ്യാണ്ട് പറ്റും. അതുപോലെ ഇവിടെ ഒരു നമുക്കൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CNG എന്ന് പറയുന്നത് കുറച്ച് ഗ്യാസ് ആയതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയതുകൊണ്ടും ലൈക്ക് വാഹനം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഫില്ല് ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ഈ നോസിൽ വഴിയാണ് നമ്മൾ ഈ ഒരു സംവിധാനം ചെയ്യുന്നത്, ലൈക്ക് ഇതിന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഷാർക്ക് ഫിനാൻറ്റിനെ കാണാം. ഇവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ നമുക്ക് D4 ഉള്ള ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടിയാഗോയുടെ ആ ലോഗോ, ടിയാഗോ എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. ഈ സ്ഥലത്ത് ICNG എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബാക്കിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, എൻ്റെയും ഹരീഷിൻ്റെ ബാഗുകളാണ് ഇവിടെ ഉള്ളത്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നോക്കണ്ട, നമ്മൾ താമസിക്കാൻ പോകുന്നതുകൊണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനടിയിലാണ് ഈ ടാങ്ക് വരുന്നത്. അപ്പം രണ്ട് ടാങ്ക്സ് ആണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം ഈ ടാങ്കുകളിലാണ് CNG നമുക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു സ്പെയർ ടയർ ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെയർ ടയർ ഇതിനടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് താഴെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഒരു സ്ക്രൂ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ടയർ താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ CNG ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമൽ ഇൻസിഡൻറ്റോ വാഹനം ഓവർ ഹീറ്റ് ആകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സേഫ്റ്റി ടെക്നോളജി അനുസരിച്ച് ഇതിനകത്തുള്ള ഗ്യാസുകൾ, ട്യൂബിനകത്തുള്ള ഗ്യാസുകളൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ വാഹനം നിന്ന് കത്തിപ്പോവും, ഗ്യാസ് ആയതുകൊണ്ട് കത്തിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ CNGയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ മറ്റുള്ള LPGയെക്കാളും ഒക്കെ സേഫ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് കത്തുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഈ ഗ്യാസിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഇത് താഴോട്ടല്ല മുകളിലോട്ടാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഒരു ഡേഞ്ചറിൻ്റെ സിറ്റുവേഷൻ പൊതുവെ മറ്റുള്ള ഗ്യാസുകളിൽ നിന്ന് കുറവായിരിക്കും. അതുകൊണ്ടാണ് CNG കുറച്ചുകൂടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് നമ്മൾ ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ CNG എന്ന് പറയുന്നത് കംപ്ലീറ്റ് എക്സോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ തീർന്നു പോയായിരുന്നു. ഇപ്പോൾ പെട്രോളിലാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ കുറച്ചൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് പറയാം. പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പുതിയ സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലിമിനേറ്റഡ് ലോഗോ ഒക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീല്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. കാരണം ഈ ഒരു ചെറിയ കാരണം കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പെപ്പി ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മീൻസ് ലൈക്ക് നമ്മൾ പെട്രോളിനകത്ത് നമ്മൾ കാലും എടുത്ത് പറന്നു പോകുന്നതല്ല. മീൻസ് CNGയിലേക്ക് വരുന്ന സമയത്താണ് കേട്ടോ പറയുന്നത്. പെട്രോളിൽ ഇപ്പോൾ ഇത് പെട്രോളാണ് ഓടുന്നത്. അപ്പോൾ അത് പെപ്പിയായിട്ട് തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. CNGയിൽ ഇതിനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഗിയർ ബോക്സ് മേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 5 സ്പീഡ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ AMG ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഇതൊരു 1000-ലും ഇനിയിപ്പോൾ ഒരു 5000-ലും 10,000-ലൊക്കെ ഉള്ള സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സർവീസുകൾ കൃത്യമായിട്ട് ചെയ്ത് വരുമ്പോഴത്തേന് AMD കുറച്ചും കൂടെ ട്യൂൺഡ് ആയിരിക്കും. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഒത്തിരി കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷിഫ്റ്റുകൾ വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ കുറച്ചൊന്ന് റേസ് ചെയ്ത് നിന്നിട്ടാണ് പതുക്കെ അത് മാറുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സർവീസുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ വൺസ് ഇതിൻ്റെ ഒരു സ്പീഡ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലീനിയർ ആയിട്ട് വണ്ടി അതിൻ്റെ ഒരു പവർ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇതിനൊരു മോശമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ലെവൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നോയ്സ് നമുക്ക് അകത്തേക്ക് നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ. കാരണം CNG എന്ന് പറയുന്നത് പൊതുവേ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഭയങ്കര സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ അങ്ങനെയല്ല. നമ്മൾ നഗരത്തിലൊക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിലും ശരി,
കുറച്ചും കൂടെ ഈ ട്രാഫിക്കുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ടെയിൽ ഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാഫിക്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിന് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി കിട്ടണം. കാരണം നമ്മൾ പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ നമുക്കറിയാം ട്രാഫിക്കിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഈ പറയുന്ന മൈലേജ് ഒന്നും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് ഈ ഒന്നും ഫ്യൂൽ കോസ്റ്റിൻ്റെ കുറവ് കൊണ്ടും ഈ പറയുന്ന പോലെ ഈ മൈലേജ് കൂടുതലുള്ളത് കൊണ്ട് CNG കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മൈലേജ് ഫിയേഴ്സ് കിട്ടും. അപ്പം നല്ല കുടുംബസ്ഥനായിട്ടുള്ള ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾ ഈ പറയുന്ന പോലെ വീട്ടിലെ ഈ മൊത്തത്തിലുള്ള ബഡ്ജറ്റിനെ ചിലവ് ചുരുക്കാനാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് CNG എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഓക്കെ, കാരണം നമ്മൾ ഈ പറയുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ടൊക്കെ വാഹനങ്ങൾ ഓടിക്കണം, നല്ല റെസ്പോൺസ് വേണമെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് അതിനുള്ളൊരു വാഹനമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്യൂവൽ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് കുറേ സംരക്ഷിക്കാം. കാരണം ഇതിൻ്റെ ഒരു ഈ ബൈ പ്രൊഡക്ട്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്രോളും ഒക്കെ അല്ലെങ്കിൽ ഡീസലും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് മലിനീകരണം മാത്രമേ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇറ്റോ കോംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന വാഹനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ എമിഷൻസ് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എമിഷൻസ് ആണ് പൊതുവെ വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 10.25 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് AC സ്വിച്ചസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ CNG ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൺ ഓഫ് ആക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ട് നിൽക്കുകയാണ്, കാരണം ഇത് ഫ്യൂൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് വാഹനം അത് ഡീഫോൾട്ടായിട്ട് CNGയിലേക്ക് വരികയും നമുക്ക് ആ CNG മോഡൽ നമുക്ക് ഓടിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പം പൊതുവേ ഇത് ഈ ഒരു ഇവർ ടാറ്റ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 300 കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ CNG മാത്രം ഇട്ട് ഓടിക്കുന്ന ഒരു 10 കിലോമീറ്റർ എങ്കിലും നമ്മൾ പെട്രോൾ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റംസ് കുറച്ചുകൂടെ കറക്റ്റ് ആവുള്ളൂ, എനിക്ക് കാലിബ്രേഷൻ. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ECUവിൻ്റെ മാപ്പിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടിക്കും CNGക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മാപ്പിംഗ്സ് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും, കാരണം ഈ വാഹനം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ സിസ്റ്റം കൊണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്റീരിയർ വളരെ നീറ്റ് തന്നെയാണ്. കുറച്ച് ഹാർഡറായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആയിട്ട് വരുന്ന വാഹനം ആയതുകൊണ്ട്. കാരണം ഇതിന്റെ വിലയെക്കുറിച്ച് നമ്മൾ പറയാം. നമുക്ക് 7,12,000 രൂപ മുതലാണ് ഈ വാഹനത്തിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 10 ലക്ഷം രൂപ വരെയും അങ്ങനെ പോകുന്നതാണ്. അപ്പം നമുക്ക് ഒരു 10 ലാക്സിനകത്ത് തന്നെ നമുക്ക് CNG വാഹനം നമുക്ക് കിട്ടും. 10 ഒന്നും ആകത്തില്ല, 9 ചില്ലറയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഇത് CNG ഫിറ്റഡ് ആയിട്ട്, കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ അതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റംസ് ആണ്. അപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ടാറ്റ അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം CNGക്ക് അതൊരു ഓട്ടോമാറ്റിക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു 5 സ്പീഡ് ഗിയർ ബോക്സിനകത്തേക്കാണ് അത് ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പൊതുവെ വലിയ കുഴപ്പമോ അങ്ങനെ വലിയൊരു തരക്കേടോ അല്ല പ്രശ്നങ്ങളോ ഒന്നും പറയാനില്ല. ലൈക്ക് നമ്മൾ ഈ പറയുന്ന ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഫ്യൂൽ എക്കണോമിയോടുകൂടി നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ടോടുകൂടി ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. അപ്പം നമുക്ക് വേണ്ടി ഇന്ന് വാഹനം തന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലെക്സോൺ ആണ്. അപ്പം ലെക്സോൺ നമുക്കൊരു 3 ദിവസത്തേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വാഹനം. അപ്പോൾ നമ്മൾ കുറച്ചധികം ദൂരം ഓടിക്കുന്നതിന് വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ വരെ ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നല്ല പെർഫോമൻസും മോശമല്ലാത്ത രീതികളൊക്കെയാണ് നമുക്ക് ഈ ഒരു CNG വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നത്. പ്രധാനമായിട്ടും ഈ 2 ഷിഫ്റ്റിങ്ങുകൾ ഈ പറഞ്ഞ CNG ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പറഞ്ഞ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ബഡ്ജറ്റിന് കുറച്ചുകൂടെ അല്ലെങ്കിൽ ഒരു ഫാമിലി ബഡ്ജറ്റിന് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യേണ്ട ഒരു വാഹനമാണ് CNG എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൈഫ്യൂൽ ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട. കാരണം പെട്രോളിൽ നമുക്ക് ഓടിക്കേണ്ടത് നമുക്ക് സാധിക്കും. അപ്പോൾ CNG നിങ്ങളുടെ നഗരങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട സിറ്റീസിലൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓഫീസിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഡെയിലി കമ്മ്യൂട്ടിന് പറ്റുന്ന നല്ലൊരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ ഈ പറയുന്ന ടിയാഗോ iCNG എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ പോക്കറ്റിലെ പൈസയുടെ അളവ് ഗണ്യമായി കുറയാതിരിക്കാൻ ഇതുപോലുള്ള ഫ്യൂൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം തന്നിരിക്കുന്ന ലെക്സോണിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം പ്രൊപ്പ് മൈ ഷോ.